അടുത്ത വാർത്ത ഡൽഹിയിൽ നിന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാർലമെന്റിൽ നടത്തിയ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷ നിരയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്തവണ 400-ലധികം സീറ്റുകൾ NDA നേടും എന്നുള്ള മോദിയുടെ പ്രഖ്യാപനം, 370 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടുമെന്ന മോദിയുടെ പ്രഖ്യാപനം, ഇക്കാര്യത്തിൽ പല പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. മോദിയുടെ പ്രഖ്യാപനം ശരിയാകുമോ? അതേസമയം ധാർഷ്ട്യമാണ് മോദി നടത്തിയിരിക്കുന്ന ഈ പ്രഖ്യാപനത്തിലുള്ളതെന്നാണ് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം. സ്വപ്നം മാത്രമാണെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്. എങ്കിൽ പോലും പ്രതിപക്ഷ നിരയെ ആശങ്കപ്പെടുത്തുന്നതാണ് മോദിയുടെ ആത്മവിശ്വാസം കലർന്ന ഈ വാക്കുകൾ. കുറേയേറെ സഖ്യസാധ്യതകൾ പോലും കാണുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇസ് ബാർ 400 പാർ ഈ ഒരു പ്രഖ്യാപനം ഇത് ഇങ്ങനെ നടത്തുന്നത് തന്നെ, ഇത്തരത്തിൽ എത്ര സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള കാര്യം ഒരു പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് തന്നെ ചരിത്രത്തിൽ ആദ്യമാണ്. ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ഈ പ്രഖ്യാപനത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഉള്ളത്? മഞ്ജുഷ, ഏറ്റവും അവസാനമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം പ്രധാനമന്ത്രിയുടെ അമിത ആത്മവിശ്വാസമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു കുറ്റപ്പെടുത്തലിന്റെ സ്വരത്തിൽ പറഞ്ഞു വെക്കുന്നത് EVM മെഷീനുകളിൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേട് BJP നടത്തും, അതിന്റെ സൂചനയാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എന്ന ശക്തമായ ഭാഷയിൽ ഇന്ത്യ മുന്നണി ഇതിനോട് ഒരു മറുപടിയായി വന്നിരിക്കുകയാണ്. ഒപ്പം ധാർഷ്ട്യം എന്ന വാക്കും ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് MP മോദിയുടെ വാക്കുകളുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു. നമുക്കറിയാം, ഇന്നലെ സഭയിലാണ് ചരിത്രത്തിലില്ലാത്ത വിധം, ചരിത്രത്തിൽ ആദ്യമായി ഒരു പക്ഷേ ഈ ലഭിക്കാവുന്ന സീറ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. മൂന്നാം തവണയും അധികാരത്തിൽ വരുമ്പോൾ, NDA അധികാരത്തിൽ വരുമ്പോൾ, BJP അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയെ മൂന്നാമത്തെ ഏറ്റവും വലിയ രാഷ്ട്രമാക്കി മാറ്റും സാമ്പത്തിക കാര്യത്തിൽ അടക്കം എന്നുള്ള പ്രഖ്യാപനം മോദി വലിയ ആത്മവിശ്വാസത്തോടെ നടത്തും. നമുക്കറിയാം, ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ദിവസത്തെ അവരുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. കാരണം ജൂലൈയിൽ പുതിയ സർക്കാർ ഞങ്ങൾ തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്നും അപ്പോൾ ജനക്ഷേമ പദ്ധതികൾ ഇതിന്റെ തുടർച്ചയുണ്ടാകുമെന്നും ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ച് തൊട്ടു പിന്നാലെയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതിനു മുന്നിൽ നിരവധി കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഈ മാസം 16 മുതൽ 18 വരെ വിശാലമായ നേതൃയോഗം BJPയുടെ തന്ത്രങ്ങൾ മെനയാനായി ചേരുന്നുണ്ട്. നമുക്കറിയാം, അത് ഒരുപക്ഷെ 20-ാം തീയതി കൂടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനകൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരെ കളത്തിലിറക്കും. ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. അതിനുള്ള പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ച പശ്ചാത്തലം നമ്മൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കൂട്ടിക്കിഴിക്കലുകൾ നടക്കുകയാണല്ലോ. എങ്ങനെയാണ് 414 സീറ്റുകളിലേക്ക് NDA സഖ്യം എത്തുക? എങ്ങനെയാണ് 370 സീറ്റുകൾ നേടുവാൻ BJPക്ക് ഒറ്റയ്ക്ക് സാധിക്കുക? അതിപ്പോൾ വടക്കേ ഇന്ത്യയിലെ കണക്കുകൾ ആകെ കൂട്ടി നോക്കുമ്പോഴും അതിൽ തെക്കേ ഇന്ത്യയിലെ കണക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോഴും ഒക്കെ അങ്ങോട്ട് എത്തുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ വിലയിരുത്തലുകളായിട്ട് വരുന്നുണ്ട്. അവിടെയാണല്ലോ ചില പഴയ സഖ്യകക്ഷികളെ വീണ്ടും ഒപ്പം ചേർക്കുവാനുള്ള ശ്രമം നടത്തും BJP. അങ്ങനെ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കും. അങ്ങനെ വടക്കേ ഇന്ത്യ തൂത്തുവാരുകയും തെക്കേ ഇന്ത്യയിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സാന്നിധ്യം ഉറപ്പിക്കുകയും കർണാടകത്തിൽ സീറ്റുകൾ നിലനിർത്തുകയും ചെയ്യും BJP എന്നുള്ള രീതിയിൽ വിലയിരുത്തലുകൾ വരുന്നതും ഈ 414-നടുത്തേക്കെങ്കിലും കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യുന്നത്. അതാണ് മഞ്ജുഷ. അതായത് ഈ രാമക്ഷേത്രം വന്നതുകൂടി തെക്കേ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും തൂത്തുവാരുമെന്ന ആത്മവിശ്വാസം BJPക്കും നരേന്ദ്രമോദിക്കുമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. അത് പൂർത്തീകരിച്ച സർക്കാരാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്ന ഒരു വലിയ വാഗ്ദാനം BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം പൂർത്തിയാക്കപ്പെട്ട വാഗ്ദാനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് അവർ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഒപ്പം ഈ മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. കാരണം സാമ്പത്തിക ശക്തി അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരം പ്രഖ്യാപനങ്ങളുണ്ട്. നേരത്തെ മഞ്ജുഷ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 302 സീറ്റിലുള്ള BJPക്ക് ഈ 302 സീറ്റുകളും ഉറപ്പിച്ചുകൊണ്ടുള്ള, കാരണം എവിടെയെങ്കിലും കോൺഗ്രസിന് BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ ഈ 302 സീറ്റുകളിൽ എവിടെയെങ്കിലും എന്ന ചോദ്യം പ്രധാനമായി ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, 150ഓളം സീറ്റുകളിൽ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തുകയും ഒപ്പം BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളടക്കം 150ഓളം സീറ്റുകളിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. കാരണം അവിടെ ഓരോരുത്തർക്കും പ്രത്യേകിച്ച് സംഘടന നേതാക്കളെ നിയമിച്ചുകൊണ്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയുള്ള പ്രവർത്തനം കഴിഞ്ഞ കുറേ മാസങ്ങളായി BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ ലക്ഷ്യം വെക്കുന്ന, ഇനിയും പിടിക്കാൻ ലക്ഷ്യം വെക്കുന്ന നിരവധി സീറ്റുകൾ, ചെറിയ വോട്ടെണ്ണത്തിൽ പരാജയപ്പെട്ടത്, ഒപ്പം 2ാം സ്ഥാനത്ത് എത്തിയപ്പോൾ ഒക്കെയുള്ള സീറ്റുകൾ, അവിടെയൊക്കെ വലിയ പ്രവർത്തനം കഴിഞ്ഞ കുറേ നാളായി BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോട്ടമിടുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ കർണാടകയിൽ അവർ മികച്ച വിജയം നേടിയിരുന്നു. അത് കൂടുതൽ വ്യാപിപ്പിക്കും. കേരളത്തിൽ അടക്കം BJP സീറ്റുകൾ ലക്ഷ്യം വെക്കുന്ന പശ്ചാത്തലമുണ്ട്. തമിഴ്നാട്ടിൽ കൂടുതൽ സീറ്റുകൾ BJP പ്രതീക്ഷിക്കുന്നു. തെലങ്കാനയിൽ കഴിഞ്ഞ തവണ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തേക്ക് പോയി എങ്കിൽ പോലും അവിടെ കൂടുതൽ സീറ്റെണ്ണം നേടാൻ BJPക്ക് കഴിഞ്ഞ പശ്ചാത്തലമുണ്ട്. അനുകൂല സാഹചര്യങ്ങൾ, രാമക്ഷേത്രമടക്കമുള്ള അനുകൂല സാഹചര്യങ്ങൾ തെലങ്കാനയിലും വോട്ടായി മാറുമെന്നും സീറ്റായി മാറുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇന്ത്യ മുന്നണി നെഞ്ചിരിപ്പോടുകൂടിയാണ് മോദിയുടെ ഈ പ്രഖ്യാപനം കേട്ടത്. കലങ്ങി മറിഞ്ഞ ഒരു മുന്നണിയാണ്. മമതയുടെ പ്രസ്താവനകൾ തുടർച്ചയായി വരുന്നു. BSP ഇന്ന് പറയുകയുണ്ടായി കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലാണ്. അവിടെയാണ് ഇടുത്തി പോലെ മോദിയുടെ വാക്കുകൾ ഇന്ത്യ മുന്നണിയിലേക്ക് വന്നു വീഴുന്നത് എന്നുള്ളതും പ്രധാനമാണ്. ശരിയാണ് രഞ്ജിത്ത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, തെലങ്കാനയിൽ പൊടുന്നനെ ഒരു നീക്കം മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയിരിക്കുകയാണ്. സോണിയാഗാന്ധിയെ തെലങ്കാനയിൽ മത്സരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. പക്ഷേ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആലോചിച്ചതിന് ശേഷം അറിയിക്കാമെന്നാണ് സോണിയാഗാന്ധി തെലങ്കാന മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്.